ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പന്നവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അതിൻ്റെ യോഗ്യനായ പൗരനാകുവാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നതാണ്. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ആദരിക്കും. എല്ലാവരോടും വിനയത്തോടും മര്യാദയോടും കൂടെ പെരുമാറും. എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ ജനങ്ങളുടെയും ക്ഷേമത്തിലും ഐശ്വര്യത്തിലുമാണ് എൻ്റെ സന്തോഷം. ജയ് ഹിന്ദ്. ഏറ്റവും ആദരണീയായ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട റോസമ്മ അഗസ്തി, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട ബിനു മറ്റക്കര, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രിയപ്പെട്ട എസ് സജീഷ് അവറുകൾ, പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി ജിബു, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ ബഹുമാന്യരായ ജീവനക്കാർ, നമ്മുടെ പ്രിയപ്പെട്ട നൈഫ് ഫൈസിയും രഞ്ജു തോമസും അടക്കമുള്ള പ്രിയപ്പെട്ട പൊതുപ്രവർത്തകർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് മേൽക്കോയ്മയുടെ അടിമച്ചങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് ഈ രാജ്യം സ്വതന്ത്രമായതിൻ്റെ 79ാമത് വാർഷികം നാടും നഗരവും വ്യത്യാസമില്ലാതെ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കുകയാണ്. മഹത്തായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ഓരോ ഭാരതീയനും അഭിമാനം കൊള്ളത്തക്ക വിധം രാജ്യത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യദിന സന്ദേശം കൊണ്ട് പ്രധാനമായി നമ്മൾ ഉദ്ദേശിക്കുന്നത്. നീലാകാശത്തിൻ്റെ നീലിമയിൽ പാറി നടക്കുന്ന നീലക്കുരുവികൾ ഒരു സുപ്രഭാതത്തിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ നമുക്ക് കൊത്തിത്തന്ന അപ്പകഷ്ണങ്ങൾ ഔദാര്യമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യം. പതിനായിരക്കണക്കിന് ധീരദേശാഭിമാനികൾ, അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ലക്ഷക്കണക്കിന് ധീരദേശാഭിമാനികൾ സ്വന്തം ജീവിതം ഭാരതാംബയ്ക്ക് തിലകം ചാർത്തിയിട്ടാണ് നമ്മുടെ ഈ നാടിന് സ്വാതന്ത്ര്യം നേടുന്നത്. ഈ രാജ്യത്തിൻ്റെ സമര പോരാട്ടവുമായി മുന്നോട്ട് പോയ സമയങ്ങളിലൊന്നും സ്വന്തം പ്രശസ്തിയോ സ്വന്തം സ്ഥാനമാനങ്ങളോ ഒന്നും ആഗ്രഹിച്ചല്ല അവരാരും സമരനിരയിലേക്ക് മുന്നോട്ട് പോയത്. അവരെല്ലാം ഈ നാടിൻ്റെ മഹത്തായ സ്വാതന്ത്ര്യം മാത്രം ലക്ഷ്യമാക്കിയാണ് മുന്നോട്ട് പോയത്. കാഞ്ഞിരപ്പള്ളിക്ക് അഭിമാനകരമായൊരു സ്വാതന്ത്ര്യ സമര ചരിത്രമുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അങ്ങേറ്റം അഭിമാനകരമായ കാര്യമാണ്. ഉത്തരവാദ പ്രക്ഷോഭ സമര കാലഘട്ടത്തിൽ സർ CP രാമസ്വാമിയർക്കെതിരെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഭാഗമായി നടത്തിയ സമരത്തിൽ നമ്മുടെ കേരളത്തിലെ തിരുവിതാംകൂറിലെ മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാളികളെയും മുൻനിര നേതാക്കന്മാരെ എല്ലാം ബ്രിട്ടീഷ് ഭരണാധികാരികൾ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ച സമയത്ത് നാളെ ഈ സമരത്തിന് ആര് നേതൃത്വം നൽകുമെന്ന് പറഞ്ഞ് വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്താണ് കാഞ്ഞിരപ്പള്ളി സെയിൻറ്റ് മേരീസ് സ്കൂളിലെ പ്രഥമ അധ്യാപികയായിരുന്ന അക്കമ്മ ചെറിയാൻ എന്ന ധീരവനിത ആ സമരത്തിന് നേതൃത്വം നൽകുകയും ആ ഉത്തരവാദ പ്രക്ഷോഭ സമരം വലിയ വിജയത്തിലേക്ക് എത്തുകയും ചെയ്ത ചരിത്രം കാഞ്ഞിരപ്പള്ളിക്ക് അഭിമാനകരമായൊരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സുവർണ ലിപികളാൽ അടയാളപ്പെടുത്തിയ വലിയൊരു ചരിത്ര സംഭവത്തിന് നേതൃത്വം നൽകിയ ഒരു ധീരവനിതയ്ക്ക് ജന്മം നൽകിയ നാട് എന്ന നിലയിൽ കാഞ്ഞിരപ്പള്ളിക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഹൃദയഭേദമായൊരു ബന്ധമുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം അഭിമാനകരമാണ്. ഇന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഈ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പുതിയ തലമുറയ്ക്ക് ഗാന്ധിജിയെക്കുറിച്ച് അറിയില്ല, പുതിയ തലമുറയ്ക്ക് നെഹ്റുവിനെക്കുറിച്ച് അറിയില്ല, പുതിയ തലമുറയ്ക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ച് അറിയില്ല, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെക്കുറിച്ച് അറിയില്ല. അപ്പോൾ തീർച്ചയായും അത്തരം ആളുകളോട് ഏതാണ്ട് ഒരു 79 വർഷം പഴക്കമുള്ള ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെക്കുറിച്ചും കഥകളെക്കുറിച്ചുമൊക്കെ അവർ ഓർമ്മിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. ചരിത്രത്തെ വളച്ചൊടിക്കുവാൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ ശ്രമം നടക്കുന്ന കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ആളുകൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ആളുകൾ, 30 പീറ കാശിന് വേണ്ടി ഈ രാജ്യത്തെ പല കാര്യത്തിനു വേണ്ടി ഒറ്റുകൊടുത്ത ആളുകൾ, അവരെല്ലാം മഹത്വവൽക്കരിച്ച് സ്വാതന്ത്ര്യ സമരത്തെ വികൃതമാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികൾക്കെതിരായും ഒരു പോരാട്ടം തുടരേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. അപ്പോൾ തീർച്ചയായും രാജ്യം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിനെ മാഹാത്മ്യം വിളിച്ചു പോകുന്ന തരത്തിൽ പുതിയ തലമുറയ്ക്ക് സ്വാതന്ത്ര്യദിനം ഈ സ്വാതന്ത്ര്യദിനം ആഘോഷം മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിലെ അംഗങ്ങൾ, ജീവനക്കാർ, ബഹുമാനരായ സഹപ്രവർത്തകർ എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.